പിന്നെ ഇപ്പോൾ കരക്കടിഞ്ഞ ഓർഫിഷില്ലേ അത് ലൈക്ക് വളരെ ചെറുതായിരുന്നു. അത്രയും കൈകൊണ്ട് എടുത്ത് ആണ് കാണിക്കുന്നത്. അതെ, അത്രയും ചെറിയ ഓർഫിഷ് സർഫേസിൽ വരുന്ന ആദ്യമായിട്ടാണ് ഇതുവരെ എന്ന് വെച്ചാൽ ഹിസ്റ്ററിയിൽ എങ്ങും റെക്കോർഡ് ചെയ്തിട്ടില്ല ജീവനോടെ. അതെ അതെ, വളരെ റെയറായിട്ട് മാത്രമേ ഇതിനെ ജീവനോടെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് 2010 തോന്നുന്നു ഇപ്പോൾ ഇത് വന്നതിൻ്റെ ഒരു എന്താണ് എവിഡൻസ് ആയിട്ടൊരു വീഡിയോ ഉള്ളത്. വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് ആദ്യമായിട്ട് വീഡിയോ കിട്ടുന്നത് അപ്പോഴാണ്. അതിന് മുന്നേ വന്നിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം. ഇപ്പോൾ ഓർഫിഷിൻ്റെ ജീവിത രീതികളോ കാര്യങ്ങളോ ഒന്നും നമുക്കിതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല കൃത്യമായിട്ട്. പഴയ കാലങ്ങളിൽ പെയിൻറ്റിങ്ങുകളിലും ചിത്രങ്ങളിലും ഒക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അന്ന് കടലിൽ പോയവർ ഇതിനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അതിൻ്റെ തെളിവായിട്ടാണ് അവരത് ചിത്രങ്ങളാക്കി വെച്ചിരിക്കുന്നത്. അത് ശരിയാ. അപ്പോൾ ഈ ജാപ്പനീസ് ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ കണ്ടിട്ടുണ്ടോണ്ടായിരിക്കുമല്ലോ അതിനെപ്പറ്റി അന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചത്. പക്ഷെ അന്ന് അവരും പേടിയോടെ തന്നെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. ഇവരുടെ കപ്പലിനെ ആക്രമിക്കാൻ വരുന്ന ഒരു ഇതായിട്ടൊക്കെയാണ് അവരതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടത്. അതിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കണ്ടിട്ടിപ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു ഭീതി വന്നില്ലേ ഇപ്പോൾ ഈ പഴയ കഥകൾ അറിഞ്ഞിട്ടും ഈ വീഡിയോസ് ഒക്കെ. അപ്പം അന്നും ആൾക്കാർ ഇതേ ഒരു മൈൻഡ് സെറ്റോടുകൂടി ആയിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷേ അതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് ആർക്കും അറിയില്ലല്ലോ.